നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അംബേദ്കർ പരാമർശത്തിൽ കോൺഗ്രസിന് മറുപടിയുമായി പ്രധാനമന്ത്രി. നിരന്തരം അംബേദ്കറെ അവഹേളിച്ചവരാണ് കോൺഗ്രസുകാർ. പെരുന്നുണകൾ കൊണ്ട് അത് മറയ്ക്കാനാകില്ല എന്നും മോദി. അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്തവരാണ് കോൺഗ്രസ് എന്ന നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന അമിത്ഷാ. അംബേദ്കർക്ക് ഭാരതരത്ന നൽകിയത് BJP സർക്കാരെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. CMRനെതിരെ ഗുരുതര ആരോപണവുമായി SFIO. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRൽ പണം നൽകിയെന്ന സംശയം. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തൽ. കൊടും ഭീകരർക്ക് കുടപിടിച്ച് DMK. അൽ ഉമ ഭീകരൻ SA ഭാഷയുടെ അന്ത്യയാത്ര ആഘോഷമാക്കി തമിഴ്നാട്. പ്രതിഷേധം ശക്തമാക്കി BJP. വെള്ളിയാഴ്ച കരിദിനം ആചരിക്കുമെന്ന് K. അണ്ണാമലൈ. കള്ളപ്പണക്കാർക്ക് പൂട്ടിട്ട് കേന്ദ്ര സർക്കാർ. വിജയ് മല്യയുടെയും നീരവ് മോദിയുടെയും സ്വത്തുക്കൾ ഏറ്റെടുത്തു. ഒരു കുറ്റവാളിയെയും രാജ്യം വിടാൻ അനുവദിക്കില്ല എന്ന് ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അംബേദ്കറെയും വീര സവർക്കറെയും തുടർച്ചയായി കോൺഗ്രസ് അപമാനിക്കുന്നു. അംബേദ്കറെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ്. നുണപ്രചാരണത്തിലൂടെ കോൺഗ്രസ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളെ കോൺഗ്രസ് തകർത്തെന്നും അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കോൺഗ്രസ് പാർട്ടി आंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है, कांग्रेस पार्टी ने सावरकर जी का भी अपमान किया, कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी, नारी सम्मान को भी सालों तक दरकिनार किया, न्यायपालिका का हमेशा अपमान किया, सेना के शहीदों का अपमान किया और भारत की भूमि तक को संविधान तोड़कर विदेशी देशों को देने की हिमाकत कांग्रेस पार्टी के शासन में हुई. कि बाबा साहेब आंबेडकर का कांग्रेस ने किस तरह से पूरजोश विरोध किया था. बाबा साहब के न रहने के बाद भी किस प्रकार से कांग्रेस ने बाबा साहब को हास्य पर ढकेलने का प्रयास किया. जहां तक भारत रत्न देने का सवाल है, कांग्रेस के नेताओं ने कई बार खुद ही अपने आप को भारत रत्न दिए हैं. 55 में नेहरू जी ने खुद को भारत रत्न दे दिया, 71 में इंदिरा जी ने खुद को भारत रत्न दे दिया और 1990 में बाबा साहब को भारत रत्न तब मिला जब कांग्रेस पार्टी सत्ता में नहीं रही और भारतीय जनता पार्टी के समर्थन वाली सरकार थी. ഡൽഹിയിലാണ് BJP ആസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായി കോൺഗ്രസിനെതിരെ കടന്നാക്രമിച്ചത്. പ്രത്യേകിച്ചും പാർലമെന്റിൽ അവിടുത്തെ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ തുടർച്ചയായ സമീപനത്തെ അദ്ദേഹം എതിർക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പി, അദ്ദേഹത്തെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതേപോലെ തന്നെ അംബേദ്കർക്ക് ഭാരതരത്ന അടക്കമുള്ള ബഹുമതികൾ നൽകിയത് BJP സർക്കാരിൻ്റെ കാലത്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അമിത്ഷാ എടുത്തു പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കോൺഗ്രസിൻ്റെ കപടമായ അംബേദ്കർ സ്നേഹത്തെ അദ്ദേഹം തുറന്നു കാണിക്കുകയായിരുന്നു. അംബേദ്കറിനെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള, അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ആശയങ്ങളെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അംബേദ്കറിന് മതിയായ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്മാരകം പോലും ഇത്ര പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസ് ഇവിടെ നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞില്ലേ ഗൗതം?
വിനോദ്, കഴിഞ്ഞ ദിവസം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിനിടയിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കറെ അദ്ദേഹം അപമാനിച്ചു എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഇന്നത്തെ പകൽ മുഴുവൻ കോൺഗ്രസ് ഈ ആരോപണമാണ് ഉയർത്തിയത്. വൈകുന്നേരം 4:30-ക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇതേ ആരോപണം ഉയർത്തിക്കൊണ്ട് അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി. 5:30-ന് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തെത്തി കോൺഗ്രസിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനും മറുപടി നൽകിയത്. എന്തായാലും ആ മറുപടി ഭാരതത്തിന്റെ ചരിത്രത്തെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കൽ കൂടി വിവരിക്കുന്നതായിരുന്നു എന്നതാണ് കൃത്യമായി എടുത്തു പറയേണ്ടത്. അതായത് എങ്ങനെയാണ് BR അംബേദ്കർ എന്ന ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയെ മുഖ്യധാരയിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ആശയത്തെയും എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവും നെഹ്റു പരിവാറും തിരസ്കരിച്ചത് എന്നതിൻ്റെ ചരിത്രമാണ് വാർത്താ സമ്മേളനത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. 1951-ലും അതിനുശേഷവും BR അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നെഹ്റു നേരിട്ട് എങ്ങനെയൊക്കെ അംബേദ്കറുടെ പരാജയം ഉറപ്പുവരുത്താം എന്നതിനെപ്പറ്റി ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ പരാജയമാണ് ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ പാർലമെന്റിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് നെഹ്റുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടി മുന്നോട്ട് വെച്ച ആശയം ദളിതരുടെയും പിന്നോക്ക വിഭാഗത്തിൻ്റെയും ഉന്നമനം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി BR അംബേദ്കർ മുംബൈയിൽ മത്സരിക്കുമ്പോൾ നെഹ്റു തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുമോ അതിൽ വേണ്ട എല്ലാ ഗവേഷണവും നെഹ്റു അക്കാലത്ത് നടത്തിയെന്നത് പല ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നതാണ്. അക്കാര്യം അമിത്ഷാ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒപ്പം ഭാരതരത്നവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം അത് സാധാരണയായി പ്രധാനമന്ത്രിമാർ മറ്റുള്ളവർക്കായാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ 2 പ്രധാനമന്ത്രിമാർ, ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും, അവർ തന്നെ സ്വന്തമായി ഭാരതരത്നം പ്രഖ്യാപിച്ച് സ്വന്തമായി ഭാരതരത്നം നേടിയതാണ്. അക്കാര്യം ചൂണ്ടിക്കാണിച്ച അമിത്ഷാ പറഞ്ഞത്, ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർക്ക് ഭാരതരത്നം നൽകുവാൻ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ സർക്കാർ മാറി നിൽക്കേണ്ടി വന്നു അധികാരത്തിൽ നിന്ന് എന്നുള്ളതാണ് ചരിത്രം. അതായത് കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലിരുന്ന ഒരു ഘട്ടത്തിലും, അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തോ അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ ആകട്ടെ, ഈ സമയത്തൊന്നും BR അംബേദ്കർക്ക് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി നൽകുവാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ, BJPയുടെ പിന്തുണയുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് BR അംബേദ്കർക്ക് ഭാരതരത്ന സമ്മാനിച്ചതെന്നും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് BR അംബേദ്കറുടെ ചിത്രം വയ്ക്കുന്നത് പോലും കോൺഗ്രസ് അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന VP സിംഗിന്റെ ഭരണകാലത്താണ് എന്ന ചരിത്രമാണ് ഒരിക്കൽ കൂടി BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. അതായത് കോൺഗ്രസിന്റെ ചരിത്രം, നെഹ്റുവിന്റെ ചരിത്രം എന്ന് പറയുന്നത് BR അംബേദ്കറെ പോലെ, VD സവർക്കറെ പോലെയുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ധീര ദേശാഭിമാനികളെ ഒതുക്കിയതാണ്, അവരുടെ ലെഗസിയെ ഒതുക്കിയതാണ് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. തീർച്ചയായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ചും BR അംബേദ്കറുടെ കാര്യത്തിൽ കോൺഗ്രസ് നടത്തുന്ന കള്ളക്കളികൾ പൊളിച്ചെഴുതുകയായിരുന്നു അമിത്ഷാ. കോൺഗ്രസ് ഒരു കാലത്തും BR അംബേദ്കറെ അനുകൂലിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ് ശ്രമിച്ചത്. രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി പതിറ്റാണ്ടുകളായി ഭാരതം ഭരിച്ച കോൺഗ്രസ് നൽകാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഇതര സർക്കാർ, പ്രത്യേകിച്ചും BJP പിന്തുണയോടെ ഭരിച്ച സർക്കാരാണ് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയത്. അംബേദ്കർക്ക് മതിയായ ഒരു സ്മാരകം നിർമ്മിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. അംബേദ്കർ വിഷയത്തിൽ കോൺഗ്രസിൻ്റേത് തരം താഴ്ന്ന രാഷ്ട്രീയ നാടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിൻ്റെ കറുത്ത ചരിത്രമാണ് അമിത്ഷാ രാജ്യസഭയിൽ ഓർമ്മിപ്പിച്ചത്. അതിൻ്റെ ജാള്യത മറക്കാനാണ് പ്രതിഷേധമെന്നും അംബേദ്കറെ നിരന്തരം അപമാനിച്ചത് കോൺഗ്രസ് ആണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ച് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് പ്രതിഷേധിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. കോൺഗ്രസിന്റേത് തരം താഴ്ന്ന രാഷ്ട്രീയ നാടകമാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു.
അംബേദ്കറെയും അടിസ്ഥാന ജനവിഭാഗത്തെയും കോൺഗ്രസ് അപമാനിച്ചതിന്റെയും അവഗണിച്ചതിന്റെയും കറുത്ത ചരിത്രമാണ് അമിത്ഷാ രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ തുറന്നുകാട്ടിയത്. അതിന് മറുപടിയില്ലാത്തതുകൊണ്ടും ജാള്യത മറയ്ക്കാനുമാണ് ഈ പ്രതിഷേധ നാടകം. ചരിത്രത്തിൽ അംബേദ്കറെ അപമാനിച്ചത് കോൺഗ്രസ് ആണെന്നും ഇന്ന് ജനങ്ങൾക്ക് സത്യമറിയാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അംബേദ്കറെ 2 തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. നെഹ്റു അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തി. അംബേദ്കറിന് ഭാരത് രത്ന നിഷേധിച്ചതും VP സിംഗ് സർക്കാരിന്റെ കാലം വരെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ചിത്രം ഒഴിവാക്കിയതും കോൺഗ്രസ് പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് വർഷങ്ങളോളം അംബേദ്കറോടുള്ള അവഹേളനം തുടർന്നെങ്കിലും BJP സർക്കാർ അദ്ദേഹത്തിന് ബഹുമാനം നൽകുകയും ആശയങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ആവർത്തിച്ചുള്ള നുണപ്രചാരണത്തിലൂടെ ചെയ്ത തെറ്റുകൾ മറയ്ക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ ധാരണയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി. BR അംബേദ്കറെ ചൊല്ലി പ്രതിപക്ഷ ബഹളം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. BR അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്ത കോൺഗ്രസാണ് അംബേദ്കറുടെ ചിത്രം കൊണ്ടു നടക്കുന്നത് എന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാൾ വിമർശിച്ചു. കോൺഗ്രസ് അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇന്ന് പാർലമെന്റ് ആരംഭിച്ച ഉടൻ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു ബഹളം. അംബേദ്കറെയല്ല, അംബേദ്കറുടെ പേര് അനാവശ്യമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിനെയാണ് അമിത്ഷാ വിമർശിച്ചതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കി. അംബേദ്കറെ പാർലമെന്റിൽ പോലും കയറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. जब बाबा साहब जिंदा थे तो उनका तिरस्कार किया है इन्होंने। तो कांग्रेस पार्टी ने तो अपने ऑफिस में बाबा साहब का फोटो लगाने के लिए भी मना कर दिया था। बाबा साहब के बाबा और 2 बार चुनाव हराया लोकसभा का। ये तो बाबा साहब का अपमान करने वाले लोग हैं और हम बाबा साहब का सम्मान करने वाले लोग हैं। बाबा साहब को संसद में आने नहीं दिया और अब ये ड्रॉइंग कर रही है ये पार्टी। അംബേദ്കറെ തുടർച്ചയായി അപമാനിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയ ലാഭത്തിനായി അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അദ്ദേഹത്തിന് ഭാരത് രത്ന നിഷേധിക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിമാറ്റിയതും കോൺഗ്രസ് നേതാക്കളാണെന്നും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. बाबा साहब भीमराव जैसे आदमी को इन्होंने हरा करके देश के साथ इन्होंने खिलवाड़ किया है। आज बाबा साहब का नाम लेकर के उसके नाम को दुरुपयोग करने का काम किया है। उसी को गृह मंत्री ने बताया था कि बार बार अंबेडकर का नाम लेकर के उन्होंने छल कपट करने का काम किया है। കോൺഗ്രസിന്റെ അംബേദ്കർ ഭരണഘടനാ സ്നേഹം കപടമാണെന്നായിരുന്നു രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ അമിത്ഷായുടെ വാക്കുകൾ. കോൺഗ്രസ് ഭരണത്തിൽ അംബേദ്കർ അതൃപ്തി അറിയിച്ചതിനും കോൺഗ്രസ് അദ്ദേഹത്തെ തുടർച്ചയായി അപമാനിച്ചതിനും ചരിത്രത്തിൽ തെളിവുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. സാമ്പത്തിക തട്ടിപ്പിൽ ഒളിവിൽ പോയ വിജയ് മല്യയുടെ 14,000 കോടി രൂപയുടെ സ്വത്തുക്കൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് കൈമാറിയതായി കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ. നീരവ് മോദിയുടെ 1053 കോടി രൂപയുടെ സ്വത്തുക്കളും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലേക്ക് തിരികെ എത്തിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഒരു കുറ്റവാളിയെയും രാജ്യം വിടാൻ അനുവദിക്കില്ല എന്നും ആരെങ്കിലും കടന്നാൽ കേന്ദ്ര ഏജൻസികൾ അവർക്ക് പിന്നാലെ കാണുമെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 22,280 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ബാങ്കുകളിൽ പുനഃസ്ഥാപിച്ചത്. സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായവർക്ക് ഈ പണം ലഭിക്കും. ഒളിവിൽ പോയ സാമ്പത്തിക കുറ്റവാളി വിജയ് മല്യയുടെ 14,131 കോടി രൂപയുടെ സ്വത്തുക്കൾ പൊതുമേഖലാ ബാങ്കുകളിൽ പുനഃസ്ഥാപിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയെ അറിയിച്ചു. മറ്റൊരു സാമ്പത്തിക കുറ്റവാളി നീരവ് മോദിയുടെ 1000 കോടിയുടെ സ്വത്തുക്കളും പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒരു കുറ്റവാളിയെപ്പോലും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്നും രാജ്യം വിട്ടുപോയവർക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികളുണ്ടെന്നും നിർമ്മല സീതാരാമൻ ഓർമ്മപ്പെടുത്തി. അടുത്തിടെ വിജയ് മല്യയുടെ ഫ്രാൻസിലെ 14 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഫ്രാൻസിലെ ഏജൻസികളുടെ സഹായത്തോടെയായിരുന്നു ഈ നീക്കം. വിജയ് മല്യ നിലവിൽ ലണ്ടനിലാണ്. ഇയാളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നുണ്ട്. നീരവ് മോദിയാകട്ടെ UK ജയിലിലും. ജനം, ഡൽഹി. ശബരി റെയിൽപാത പദ്ധതിയോട് മുഖം തിരിച്ച് കേരളം. പമ്പ വരെ നീളുന്ന ഇരട്ടപ്പാതയും റിസർവ് ബാങ്കുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറിനെയും എതിർത്ത് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നിർദ്ദേശത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. കേരളത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവേണ്ട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇല്ലാതാകുന്നത്. ശബരിപാത പദ്ധതിക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് വെച്ച 2 നിർദ്ദേശങ്ങളോടാണ് സംസ്ഥാന സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചത്.
ഇതോടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരട്ടപ്പാത വേണമെന്ന ആവശ്യവും റിസർവ് ബാങ്കുമായി ചേർന്ന് ത്രികക്ഷി കരാർ ഉണ്ടാക്കണമെന്ന വ്യവസ്ഥയുമാണ് കേരളം വേണ്ടെന്ന് വെച്ചത്. കേന്ദ്രം മുന്നോട്ട് വെച്ച ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കേണ്ട എന്ന് തന്നെയാണ് കേരളത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 3810 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ 50% കേന്ദ്ര സർക്കാർ വഹിക്കും. ബാക്കി തുക കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതിക്ക് തുറങ്കം വയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം. 1997-98 കാലയളവിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. തുടർന്ന് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകളുടെ സമീപനം മൂലം പദ്ധതി അനന്തമായി നീണ്ടുപോയി. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പദ്ധതിക്ക് ജീവൻ വെച്ചു. എന്നാൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളം സ്വീകരിക്കുന്ന സമീപനത്തിലൂടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാവുകയാണ്. ജനം, തിരുവനന്തപുരം. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് 2024 പുരസ്കാരം ലഭിച്ചത്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള കെ ജയകുമാർ 20ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ 1978 IAS നേടിയത്. പുരസ്കാര നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജയകുമാർ ഡൽഹിയിൽ പ്രതികരിച്ചു. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിലെ ഏറ്റവും വലിയൊരു പുരസ്കാരം തന്നെയാണ്. ആ ഭാഷയിൽ നിന്ന് ഒരു വർഷം ഒരു കൃതിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ഇപ്രാവശ്യം കവിതയ്ക്ക് കിട്ടി, കവിതയിൽ തന്നെ എനിക്ക് കിട്ടി എന്നുള്ളത് കഴിഞ്ഞ 35 വർഷമായി കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വലിയ അംഗീകാരമായി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നന്നായി എന്ന് എന്നോട് വായനക്കാർ പറയുന്നത് പോലെ ആണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഗ്രാമീണർക്ക് മികച്ച ചികിത്സ കൂടി നൽകുകയാണ് CRPF. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ CRPF മെഡിക്കൽ സംഘത്തിൻ്റെ സേവനം നാട്ടുകാർക്ക് കൂടിയാണ്. ആശുപത്രികൾ ഏറെ ഇല്ലാത്ത പ്രദേശമാണ് ഗുദാം ഗ്രാമം. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ CRPF കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. മാവോയിസ്റ്റുകളിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം സാധാരണക്കാർക്ക് വൈദ്യസഹായം കൂടി നൽകുകയാണ് CRPF. ജനങ്ങൾക്ക് അത്യാവശ്യ മെഡിക്കൽ സൗകര്യം CRPF कैंपिल निन्नुम उरप्पाकुन्नु. सिविलियंस के लिए भी और हमारे जवानों के लिए भी यहाँ पे जब से हमने शुरू किया है हॉस्पिटल, हर कैंप में हमारा एक हॉस्पिटल होता है और एक फील्ड हॉस्पिटल होता है. यहाँ पे आते हैं पेशेंट्स, सिविलियन ने बहुत लाभ उठाया है. यहाँ पे एडमिट करते हैं हम उनको, उनका इलाज करते हैं, उनकी न्यूट्रिशन का ख्याल रखते हैं, डाइट का ख्याल रखते हैं. और जब से FOB खुला है तो बहुत ही इनपुट आया है, अच्छा पॉजिटिव इनपुट आया है गाँव वालों से. ബിജാപൂർ ജില്ലയിലെ ഗുദാം ഗ്രാമത്തിലാണ് CRPFന്റെ മെഡിക്കൽ ക്യാമ്പ്. പ്രദേശത്ത് ക്യാമ്പ് ആരംഭിച്ചതോടെ മികച്ച ചികിത്സ നാട്ടുകാർക്ക് കാലതാമസമില്ലാതെ ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് മാവോയിസ്റ്റ് പരിശീലന കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ ഇന്ന് പ്രദേശമാകെ സമാധാനത്തിന്റെ സന്ദേശം പടരുകയാണ്. സർക്കാർ സംവിധാനങ്ങളോടും സേനയോടുമുള്ള വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് കൂടിയാണ് മെഡിക്കൽ ക്യാമ്പ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജനം. യാത്രക്കാരുമായി പോയ ഫെറി ബോട്ട് കടലിൽ മുങ്ങി 3 പേർ മരിച്ചു. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫൻ്റ ദ്വീപിലേക്ക് പോയ നീൽകമൽ എന്ന ബോട്ടാണ് മുങ്ങിയത്. നവി മുംബൈയിലെ ഉറാൻ സമീപമാണ് അറബിക്കടലിൽ ബോട്ട് മുങ്ങിയത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഈ ബോട്ട് അപകടത്തിൽ 3 പേരുടെ മരണമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. യാത്രക്കാരുമായി പോയ ഫെറി ബോട്ട് കടലിൽ മുങ്ങിയുള്ള അപകടം, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വൈകുന്നേരം 3:30 ഈ ദാരുണ സംഭവം ഉണ്ടായത്. മുംബൈയിലെ ഉറാന് സമീപം അറബിക്കടലിലാണ് ബോട്ട് മുങ്ങിയത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലഫൻ്റ ദ്വീപിലേക്ക് പോയ നീൽകമൽ എന്ന ബോട്ടാണ് മുങ്ങിയത്. ബോട്ടിൽ ഏതാണ്ട് 35ലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന വിശദീകരണം. നിലവിൽ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ ലൈഫ് ധരിച്ചിരുന്ന മുഴുവൻ ആൾക്കാരെയും രക്ഷിക്കാനായതായാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.
മറ്റുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ഏതാണ്ട് 7ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. നിലവിൽ നാവികസേനയുടെയും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും അതേപോലെ തന്നെ യെല്ലോ ഗേറ്റ് പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. സർക്കാരിന് അല്ലെങ്കിൽ സർക്കാർ മിഷണറിയുമായി ബന്ധപ്പെട്ട് കഴിയാവുന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തുകയാണെന്നുള്ളതാണ് മഹാരാഷ്ട്ര മന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ രാത്രി ആയതിനാൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ നന്ദഗോപൻ. പ്രത്യേകിച്ചും 4 മണിയോടുകൂടി അപകടമുണ്ടാകുന്നു. ഇപ്പോൾ സമയം 7:30 അടുക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചമൊക്കെ ഒരു തടസ്സമായി വരുന്ന സാഹചര്യം ഉണ്ടാകുമല്ലോ നന്ദഗോപൻ. ഈ മേഖലയിലേക്ക് ഇപ്പോൾ നാവികസേനയുടെയും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും സേവനം ലഭ്യമായിട്ടുണ്ട്. അവർ നാവികസേനയുടെയും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ബോട്ടുകൾ, അത്യാധുനിക ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സെർച്ചിങ് ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതേപോലെ തന്നെ വെളിച്ചമടക്കം ക്രമീകരിക്കുവാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേകം ഷിപ്പ് ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തന്നെ പുരോഗമിക്കുകയാണെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ന് നിയമസഭാ സമ്മേളനം അവിടെ മഹാരാഷ്ട്രയിൽ കൂടിയായിരുന്നു. വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിൽ കൃത്യമായി ദേവേന്ദ്ര ഫട്നാവിസ് മറുപടി നൽകിയിട്ടുണ്ട്. കഴിയാവുന്ന വിധമുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 20ലധികം ആൾക്കാരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി. ഇവരെല്ലാം തന്നെ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്ന ആൾക്കാരെ തീർച്ചയായും യാത്രക്കാരുമായി പോയ ഫെറി ബോട്ട് മുംബൈയിലാണ് മുങ്ങി 3 പേർ മരണപ്പെടുന്നത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫൻ്റ് ദ്വീപിലേക്ക് പോയ നീൽക്കമേൽ എന്ന ബോട്ടാണ് മുങ്ങിയത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. രാജ്യാന്തരം ഇവിടെ പൂർത്തിയാവുന്നു. നമസ്തേ.